ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിക്കാൻ താൻ നിർബന്ധിച്ചിട്ടില്ല എന്നാണ് കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ട് നടന്നിട്ടുള്ളത് കൺസെന്റോടുകൂടിയുള്ള പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ബന്ധം മാത്രമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രതിഭാഗം കോടതിയിൽ വാദിക്കുകയാണ്. അതിജീവിതയ്ക്ക് പോലീസുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട്. ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ നേരത്തെ തന്നെ അതിജീവിത പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ വനിതാ സെല്ലുമായും അവർക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് പോലീസ് കെട്ടിച്ചമച്ചൊരു കഥയാണ് ഇതെന്ന വാദമാണ് പ്രതിഭാഗം കോടതിയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സുനിൽ ഐസ കൂടി ചേരുന്നു. സുനിൽ, അല്പം മുമ്പ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ പുറത്താക്കിയേക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. പല നേതാക്കളും അതേക്കുറിച്ച് പരസ്യമായി പറഞ്ഞു. പക്ഷേ എന്തിന് കാത്തിരിക്കുകയാണ് KPC നേതൃത്വം ഇപ്പോൾ? ആ വാർത്തയിൽ നമുക്ക് പൂർണ്ണമായും ഉറച്ചു നിൽക്കാൻ കഴിയും. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് അവിടെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിനിടയിലല്ല, ഒരുപക്ഷെ ഔദ്യോഗികമായി ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പക്ഷേ മുൻകൂർ ജാമ്യ അപേക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്ത് തീരുമാനമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം നോക്കി കാണുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അത്തരത്തിലുള്ള ഒരു തീരുമാനം, അത് ജാമ്യാപേക്ഷ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അനുകൂലമായാലും പ്രതികൂലമായാലും രാഹുലിനെതിരെ കടുത്ത നടപടി എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ നേതാക്കൾ എത്തിയിരിക്കുന്നത്. നമ്മൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളുമായും ഇതിനകം തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുറത്താക്കുക എന്നൊരു തീരുമാനമാണ്. അത് ആ നടപടി ഔദ്യോഗികമായി തന്നെ എടുക്കേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ACC സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മംഗലാപുരത്താണുള്ളത്. വൈകിട്ടോടുകൂടി അദ്ദേഹം കേരളത്തിലെത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാൽ എത്തിയ ശേഷമായിരിക്കാം ഇത്തരമൊരു നടപടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്ന് കൂടി നമുക്ക് ചിലപ്പോൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമായിരുന്നില്ല രാവിലെ ഉണ്ടായിരുന്നത്. KPC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് എന്തോ ചില കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും വാർത്താ സമ്മേളനത്തിനിടയിൽ അത് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമാണ്. പക്ഷേ നടപടി എന്നൊരു തീരുമാനത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ വർഗ ബഹിരണ സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം പാർട്ടിക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്, മഹിളാ കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള സമ്മർദ്ദം പാർട്ടി നേതാക്കൾക്കുണ്ട്, നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് ഇതിപ്പോൾ വലിയൊരു ബാധ്യതയായി രാഹുൽ മാങ്കൂട്ടം മാറുന്ന അവസ്ഥയുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല, മുന്നണി നേതാക്കൾ, ലീഗ് അടക്കമുള്ള മുന്നണി നേതാക്കളും ഈ വിഷയം ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. അത്തരം ചില ചർച്ചകൾ, ചില ആശങ്ക അറിയിക്കലുകൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് NK പ്രേമേന്ദ്രൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പോലും പറഞ്ഞിരുന്നു, നടപടിയിലേക്ക് പോകുന്നത് തന്നെയാണ് മുന്നണിക്ക് നല്ലത് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. ഈ അതേ അഭിപ്രായം തന്നെയാണ് ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾക്കൊക്കെ ഉള്ളത്. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിലേക്ക് എത്തുന്നു, ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് നിൽക്കുന്നു. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത്. ആ ഒരു ഘട്ടത്തിൽ എന്തിന് രാഹുൽ വിഷയം മാത്രം സജീവ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരണം, അതിങ്ങനെ നിലനിർത്തണം എന്നത് തന്നെയാണ് നേതാക്കൾക്കിടയിലെ ചർച്ചാ ചോദ്യം. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി.